വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല ഇന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്മ മാത്രം ഞങ്ങൾക്കായി തന്നോ, നവ്യമാക്കി ഈ ജീവിതം. നന്മ മാത്രം ഞങ്ങൾക്കായി തന്നോ, നവ്യമാക്കി ഈ ജീവിതം. നാവിനാലെ കീർത്തിച്ചിടുവാൻ നാൾ മുഴുവൻ കൃപ കാട്ടി നീ. നാവിനാലെ കീർത്തിച്ചിടുവാൻ നാൾ മുഴുവൻ കൃപ കാട്ടി നീ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. കാരണം ഒരു വർഷം തികയുന്ന ഒരു സുദിനത്തിൻ്റെ പ്രഭാതത്തിൻ്റെ ആരംഭത്തിൽ നാം ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. കാരണം ദൈവത്തിൻ്റെ വചനമാണല്ലോ നമ്മളെ ശക്തീകരിക്കുന്നത്, സ്വർഗീയ മന്നയാണല്ലോ നമ്മളെ ബലപ്പെടുത്തുന്നത്. ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. യഹോവ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. God has done great things for me. 1 സാമുവേൽ 7-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം. 1 സാമുവേൽ chapter 7 verses 12. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞതിന് എബനേസർ എന്ന് പേരിട്ടു. Hitherto has the Lord helped us. Hitherto has the Lord helped us. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ ദൈവം സഹായിച്ചതുകൊണ്ടും ദൈവം തുണച്ചതുകൊണ്ടും മാത്രം നമ്മൾ ഈ നിമിഷം വരെ വന്നിരിക്കുന്നു. ദൈവം നമ്മളെ കൊണ്ടുവന്നു. ഈ ഒരു വർഷം വളരെ പ്രയാസപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നടുവിൽ നമ്മൾ തകർന്നു നുറുങ്ങിപ്പോകാതെ ദൈവം നമ്മളെ സൂക്ഷിച്ചു. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. ഇത്രത്തോളം എന്ന പദം കഴിഞ്ഞ കാലത്തെയും ഇനി മുന്നോട്ടുള്ള കാലത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അത് നന്ദിയോടൊപ്പം ഏറെ മഹത്വവും അത്ഭുതകരമായ പ്രത്യാശയും തുറന്ന് നമ്മളെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ കടാക്ഷം മാത്രമാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത്. നാം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മെ നടത്തിയ അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാവോ? ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ
നമ്മുടെ ജീവിതത്തിന് ഒരു ഹാനിയും സംഭവിക്കാതെ നാം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. നമ്മുടെ തോൽവികളിൽ, വേദനകളിൽ, പ്രയാസങ്ങളിൽ ഒക്കെയും യേശപ്പ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. തിരുക്കരങ്ങളാൽ നമ്മളെ താങ്ങി നടത്തി ഇത്രത്തോളം കൊണ്ടുവന്നതിൽ നാം നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ നിന്നതല്ല, നമ്മളെ നിർത്തിയതാണ്, നമ്മളൊന്നും നേടിയതല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നാം യേശുവിൻ്റെതായി തീരുമ്പോൾ മറ്റുള്ളവരിലേക്ക് യേശുവിങ്കിലേക്ക് കൊണ്ടുവരുവാൻ, മറ്റുള്ളവരെ കൂടി യേശുവിങ്കിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതം തന്നെ വലിയൊരു സാക്ഷ്യമായിരിക്കണം, എങ്കിലേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ. ഇത്രത്തോളം നമ്മളെ നടത്തിയ ദൈവം ഇനിയും തുടർന്ന് നടത്തുവാൻ ശക്തനാണ്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് സങ്കീർത്തനം 116 അതിൻ്റെ 12, Psalm 116, Psalm 116 verses 12. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. What shall I render unto the Lord for all his benefits toward me? Hallelujah. സങ്കീർത്തനോടൊപ്പം ഇപ്രകാരം പറയാൻ മാത്രമേ നമുക്ക് കഴിയൂ: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? അതെ, എന്ത് പകരം നമുക്ക് കൊടുക്കാൻ കഴിയും? ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഈ പ്രഭാതത്തിൽ ആയിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ മെസ്സേജ് നമ്മൾക്ക് കർത്താവ് തരുന്ന ഈ തിരുവചനം ഞാനത് നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ, നിങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പം ഇവിടെ നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഒരു സുവിശേഷീകരണമാണ്. കാരണം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അതരത്തിൽ പൊഴിയുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കുന്നു. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം കർത്താവിന് വേണ്ടി സമ്പാദിക്കുന്നത് ഒരാത്മാവിനെയാണ്. അതുകൊണ്ട് മടി കൂടാതെ, ആരുടെയും മുഖം നോക്കാതെ നമ്മൾ ദൈവവചനം ഷെയർ ചെയ്യുമ്പം സ്വർഗമത് കാണുകയാണ്. ദൈവം കുടുംബമായി നമ്മളെ അനുഗ്രഹിക്കും. പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു. ഈ പുതുവർഷത്തിൽ ഒരിക്കൽ കൂടി കർത്താവിനോട് ചേർന്ന് ഈ സുവിശേഷ വേല നമുക്ക് തുടരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവാകയാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത്രത്തോളം നിങ്ങൾ നിന്ന് അനുഭവിച്ച എല്ലാ കൃപകൾക്കും നന്ദിയുള്ളവരായി ജീവിക്കുന്ന, സാക്ഷികളായി ജീവിപ്പാനുള്ള കൃപ യേശപ്പാ ഞങ്ങൾക്ക് കുടുംബമായി, സഭയായി, വ്യക്തികളായി നൽകണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. നിന്റെ മക്കളുടെ ബിസിനസ്സിനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. മാവ് കുഴക്കുന്ന തൊട്ടിയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. തലമുറകളെ അനുഗ്രഹിക്കണം. പുതുവർഷത്തിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിന്റെ അഗ്നിയുടെ അഭിഷേകത്തിൽ മക്കളെ നിറയ്ക്കണമേ. സകല സാംക്രമിക രോഗങ്ങളിൽ നിന്ന് മക്കളെ കാത്തുകൊള്ളണമേ. നിന്റെ മക്കൾ പാർക്കുന്ന ഓരോ ഭവനത്തിൻ്റെ 4 വശവും പരിശുരക്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ അപ്പച്ചൻ്റെ കുടുംബത്തെ കാത്തതുപോലെ നിന്റെ മക്കളുടെ ഓരോ കുടുംബത്തെയും അവിടുന്ന് കാക്കുന്നതിനായി സ്തോത്രപ്പ, സ്തോത്രപ്പ, സ്തോത്രപ്പ. പ്രാർത്ഥന യാചനം കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാനും കുടുംബവും ഞങ്ങള് യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. ഞാനും കുടുംബവും ഞങ്ങള് യഹോവയെ സേവിച്ചും മാനിച്ചും
മാനിച്ചും ജീവിച്ചിടും. മുട്ടിന്മേൽ നിന്നിടും, മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മുഖം മറയ്ക്കാതവൻ ഉത്തരം നൽകും. മുട്ടിന്മേൽ നിന്നിടും, മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മുഖം മറയ്ക്കാതവൻ ഉത്തരം നൽകും. എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. എത്ര നല്ലവൻ യേശു എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. ഞാനും കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. ഹൃദയം നുറുങ്ങിടുമ്പോൾ അവൻ അരികെ അണഞ്ഞിടും. മനസ്സു തകർന്നിടുമ്പോൾ യേശുമാറോടു ചേർത്തണയ്ക്കും. ഹൃദയം നുറുങ്ങിടുമ്പോൾ അവൻ അരികെ അണഞ്ഞിടും. മനസ്സു തകർന്നിടുമ്പോൾ യേശുമാറോടു ചേർത്തണയ്ക്കും. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കും പോലെ ജീവൻ തന്നു വീണ്ടെടുക്കാൻ മനസ്സുള്ളവൻ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കും പോലെ ജീവൻ തന്നു വീണ്ടെടുക്കാൻ മനസ്സുള്ളവൻ. എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. എത്ര നല്ലവൻ യേശു എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. ഞാനും കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും.